ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി നേർച്ച ഞായറാഴ്ച ആഘോഷിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷത്തിൽ 60ഓളം കമ്മിറ്റികൾ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ കൊടിയേറ്റവും വൈകുന്നേരം വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഗജവീരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്രയും നടക്കും. 112ാമത് നേർച്ചയാണ് ആഘോഷിക്കുന്നത്. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി, 50-ൽ പരം ഉപ ആഘോഷ കമ്മിറ്റികൾ, 60-ലേറെ ആനകൾ, ബാൻഡ് വാദ്യം, ചെണ്ടമേളം, കലാപരിപാടികൾ, ഒപ്പം 10,000-കണക്കിന് ആളുകളും കൂടിയാകുന്നതോടെ പട്ടാമ്പി നേർച്ച ആവേശത്തിമിർപ്പിലാവും. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായി പ്രജാതൽപരനും സൂഫി വര്യനുമായ ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണകൾ ഉണർത്തിയാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷയും നേർച്ചയുടെ നല്ല നടത്തിപ്പിനുമായി വിവിധ വകുപ്പുകളുടെ ഏകോപനവും നടക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ ഖബറിനു സമീപം കൊടി ഉയരുന്നതോടെ പട്ടാമ്പി നേർച്ച ആഘോഷങ്ങൾക്ക് തുടക്കമാവും. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും വാദ്യമേളങ്ങളും കലാപരിപാടികളുമായി നടക്കുന്ന ഘോഷയാത്രയാണ് പട്ടാമ്പി നേർച്ചയുടെ ആകർഷണം. ഇത്തവണ 50-ൽ പരം ഉപ ആഘോഷ കമ്മിറ്റികളാണ് പങ്കെടുക്കുന്നത്. 60-ലേറെ ഗജവീരന്മാരാണ് നേർച്ചയുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലേക്ക് എത്തുന്നത്. പട്ടാമ്പി 112ാം നേർച്ച ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. മാർച്ച് 28, 29 വളരെ നല്ല രീതിയിൽ ഭംഗിയായി നടത്താനുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രാഘോഷ കമ്മിറ്റി ഭാരവാഹി എന്ന നിലക്ക് ഭാരവാഹികൾ ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് കൊടികയറ്റും. ഉപവാസ കമ്മിറ്റികൾ എല്ലാ 10-15 ഉപവാസ കമ്മിറ്റികൾ വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന് കേരളത്തിൻ്റെ അവിടെ നിന്ന് കൊടികയറ്റുന്ന അതാണ് ഫസ്റ്റ് ചടങ്ങ്. 11 മണിയാകുമ്പോൾ കൊടികയറ്റം ഉണ്ടാവും. അതിനുശേഷം 4 മണിക്ക് ശേഷമാണ് എല്ലാ ഉപവാസ കമ്മിറ്റികളും ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വരുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.